بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, വേദിയിൽ ഉപരിഷ്ഠരായിട്ടുള്ള എൻ്റെ അറിവിൻ്റെ അക്ഷയഖനികളായ ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, വിദ്യയുടെ മധുനുകരാൻ എൻ്റെ മുഖത്തേക്ക് ആർത്തിയോടുകൂടിയിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മുതഅല്ലിം സുഹൃത്തുക്കൾ, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് മുഹറം എന്ന വിഷയത്തെ ആസ്പദമാക്കി എന്നിൽ അറിയാവുന്നത് സംസാരിക്കാനാണ്. ഇൻഷാ അല്ലാഹ് അതിനെനിക്ക് തൗഫീഖ് നൽകിയ ജഗന്നേതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആദ്യമായി ഞാൻ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത് അവൻ ഖാലിഖാണ്, അവൻ സൃഷ്ടാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെയും അതിലുള്ളതായ സർവ്വ വസ്തുക്കളെയും സർവ്വചരാചരങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഗാലക്സികളെയും സാറ്റലൈറ്റ്സുകളെയും എന്ന് വേണ്ട ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ ചേതന അചേതന വസ്തുക്കളാകുന്ന എല്ലാത്തിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൽ ഏറ്റവും വ്യത്യസ്തമാകുന്ന ഏറ്റവും പ്രത്യേകതയുള്ളതായ സൃഷ്ടി എന്ന് പറയുന്നത് അത് ഇൻസാനാണ്, അഥവാ നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത അനുഗ്രഹമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അല്ലാഹു നമ്മളെ ഇൻസാനായിട്ട് അഥവാ മനുഷ്യനായിട്ട് ജനിപ്പിച്ചു. അത് കഴിഞ്ഞ് മനുഷ്യന്മാരാക്കി അതിനുശേഷം അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലാഹു നമ്മളെ മുസ്ലിമീങ്ങളായിട്ട് ഈ ലോകത്തേക്ക് പടച്ചങ്ങോട് വിട്ടു. എന്നിട്ട് അല്ലാഹു തആല നമുക്ക് വിവേകവും ബുദ്ധിയും നൽകി. ഇതാണ് ശരി, ഇതാണ് തെറ്റെന്ന് മനസ്സിലാക്കാനുള്ളതായ ബുദ്ധികൂർമ്മത നമുക്ക് നൽകി. എന്നിട്ടും നമ്മൾ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയതായ സന്ദർഭത്തിൽ അല്ലാഹു തആല മോനെ അതിലേക്ക് പോകല്ലടാ, ഇത് തെറ്റാടാ, ഇതാണ് ശരി എന്ന് പറഞ്ഞു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ അഥവാ പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് അയച്ചു. എന്നിട്ടും നമ്മൾ പഠിക്കാത്ത രീതിയിലേക്ക് മുന്നോട്ട് നമ്മൾ ജീവിച്ചു പോയതായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നൽകി, ഒരുപാട് അവസരങ്ങൾ നൽകി. ഒരുപാട് സാധാ മാസങ്ങളിൽ ചെയ്യുന്നതിൽ ഉപരിയായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ഒരുപാട് ഗുണഗണങ്ങൾ ഈ മാസത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്ത ബർക്കത്തായിരിക്കും, ഈ മാസത്തിൽ ഇങ്ങനെ ചെയ്ത വല്ലാത്ത പ്രതിഫലങ്ങളായിരിക്കും നിങ്ങളെ തേടി വരുന്നത് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച ഒരു മാസമാണ് എൻ്റെ പ്രിയമുള്ളവരെ മുഹറം എന്ന് പറയുന്ന മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങൾക്ക് ആ മാസങ്ങളിൽ യുദ്ധം ഹറാമാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മാസമാണ് മുഹറം എന്ന് പറയുന്ന മാസം. പിന്നെ റജബ്, അതുപോലെ തന്നെ ദുൽഖഅദ, ദുൽഹിജ്ജ എന്ന് പറയുന്ന മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധങ്ങൾ ഹറാമാക്കി. ഈ മാസങ്ങൾ നിങ്ങൾ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞു. പണ്ട് കാലത്തൊക്കെ എന്ന് പറയുന്നത് മുഹറത്തിലെ 9ഉം 10ഉം നോമ്പുകൾ പിടിക്കുക എന്നുള്ളത് ഫർളായിരുന്നു. അതിനുശേഷം റമദാൻ മാസം കടന്നു വന്നതായ സന്ദർഭത്തിൽ മുഹറം സുന്നത്തായി മാറി എന്നുള്ളതാണ് വാസ്തവം. അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഘടകങ്ങൾ തന്നെയാണ്.
അപ്പോ മുഹറം മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത പ്രാധാന്യം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുഹറം എന്ന് പറയുന്നത് അത് എന്റെ മാസമാണ്, എന്റെ മാസത്തിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. എന്താണ് പ്രിയമുള്ളവരെ മുഹറം മാസത്തിന് ഇത്രമാത്രം പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാനുണ്ടായ കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാനാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനുഭാവോ വല്ലാത്ത ലോജിക്കിനെ പിടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ് മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിതാവ് എന്ന് പറയുന്നത് ആസർ എന്ന് പറയുന്ന വ്യക്തിത്വം വിഗ്രഹങ്ങളെ പണിയുകയും അതിനെ സെയിൽ ചെയ്യുകയും അതിനെ ആരാധിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിതം നീക്കിയതായ ഒരു വ്യക്തിത്വമായിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുമ്പിൽ വെച്ച് ഈ പിതാവും അതുപോലെ തന്നെ തന്റെ സമൂഹത്തിലുള്ളതായ ആളുകളും വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വിഗ്രഹങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വെക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇവര് അത് ഉപദ്രവിക്കുകയോ ഉപകാരം ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇവർക്കൊരു വികാരമില്ല, ഇവർക്ക് ഒന്നും തന്നെയില്ല എന്ന് മനസ്സിലാക്കി ഇതിലൊരു ലോജിക്കുമില്ല. യഥാർത്ഥ നാഥൻ എന്ന് പറയുന്നത് അല്ലാഹുവാണെന്ന് മനസ്സിലാക്കി കടന്നു വന്ന പ്രവാചകനാ മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുമ്പിൽ തന്റെ പവറും തന്റെ രാജാധികാരവും തന്റെ എല്ലാം അടിയറ വെക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ നമ്രൂദ് എന്ന് പറയുന്ന ലഅനത്തുല്ലാഹി അലൈഹി, നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ ഒരു തീക്കുണ്ടം തയ്യാറാക്കുകയാണ്. ആ തീക്കുണ്ടത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിന്റെ മുകളിലൂടെ പക്ഷികൾ പറന്നുപോയി കഴിഞ്ഞാൽ അതിങ്ങനെ കരിഞ്ഞ് ആ തീയിലേക്ക് വീഴുന്ന അത്രമാത്രം ഭയാനകമാകുന്ന തീ റെഡിയാക്കിക്കൊണ്ട് അതിലേക്ക് ഇബ്രാഹിം നബിയെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇടുകയാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി കത്തിച്ചൊലിച്ച് ഇല്ലാണ്ടായി പോകും എന്ന് വളരെ സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടെ അവരുടെ കണ്ണും കാതും കൽബും ഒരുപോലെ കൂർപ്പിച്ച് വെച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കുന്നതായ സന്ദർഭത്തില് തീയെ സൃഷ്ടിച്ചത് അള്ളാഹു ആണല്ലോ, അള്ളാഹുവിന് കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ, അള്ളാഹു ഖാദിറാണല്ലോ, അള്ളാഹു മുഖ്തദിറാണല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തീയോട് പറഞ്ഞു, വിശുദ്ധമായ ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് തുടങ്ങുന്ന ആയത്ത്, തീയെ നീ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാകി എന്ന് പറഞ്ഞപ്പോ എസിയിൽ ഇങ്ങനെ സുഖലോലവതിയായി കിടക്കുന്ന ആ ഒരു രീതിയിലൂടെ ഇബ്രാഹിം നബി ഇങ്ങനെ സുന്ദരമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ തീകുണ്ടത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന് വേറെ എത്ര മാസങ്ങൾ ഉണ്ടായിരുന്നു? സഫർ ഉണ്ടായിരുന്നല്ലോ, റബീഉൽ അവ്വൽ ഉണ്ടായിരുന്നല്ലോ, റബീഉൽ ആഖിർ ഉണ്ടായിരുന്നല്ലോ, ജുമാദുൽ അവ്വലും ജുമാദുൽ ഉഖ്റയും റജബും ശഅബാനും റമദാനും ശവ്വാലും ഉണ്ടായിരുന്നല്ലോ, ദുൽഖഅദയും ദുൽഹിജ്ജയും ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ മുഹറം മാസത്തിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം? അങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം ഗുണഗണങ്ങൾ നമുക്ക് കിട്ടുന്നതിനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിലൂടെ പറഞ്ഞല്ലോ, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞല്ലോ. ഖുർആനിലൂടെ അല്ലാഹു തആല ഖുർആനിൽ പല കാര്യങ്ങളെയും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, വത്തീനി വസ്സൈത്തൂൻ, അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളെയും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയാ. ഇവിടെ അല്ലാഹു പറയാണ്, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യരുണ്ടല്ലോ, ലഫീ ഖുസ്ർ, അവർ പരാജിതരാണ്, അവർ തോറ്റുപോയവരാണ് എന്ന് പറയുകയാണ്. നമ്മളെ പറ്റി പ്രിയമുള്ളവരെ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് മനുഷ്യന്മാര് തോറ്റുപോയവരാണ്. 3 കൂട്ടം ആളുകൾ, 4 കൂട്ടം ആളുകൾ ഒഴികെ. ആരാ പ്രിയമുള്ളവരെ ആ 4 കൂട്ടം ആളുകൾ എന്നറിയോ? ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസികൾ, അല്ലാഹുവിൽ വിശ്വസിച്ചതായ ആളുകൾ, വഅമിലു സ്വാലിഹാത്തി, രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? സ്വാലിഹായിട്ടുള്ള അമലുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ. മൂന്നാമത്തെ വിഭാഗം വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരാണ്. നാലാമത്തെ വിഭാഗം വതവാസൗ ബിസ് സബ്ർ, ക്ഷമ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരാണ് എന്ന് സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചെങ്കിൽ ഇത്രമാത്രം ഒക്കെ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടും ഒരുപാട് മാസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമാത്രം ശ്രേഷ്ഠതകൾ നൽകിയിട്ടും അതൊന്നും മനസ്സിലാക്കാതെ അതൊന്നും ഗ്രഹിക്കാതെ നമ്മൾ ഒരു സാമട്ടിൽ അങ്ങോട്ട് ജീവിച്ചു പോകുന്നതായ സന്ദർഭത്തിൽ അല്ലാഹു വെറുതെ വിടൂല. അവന്റെ സമയം എത്തിക്കഴിഞ്ഞ അല്ലാഹു പിന്നെ വെറുതെ വിടൂല എന്നുള്ളത് നമ്മളെല്ലാം ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. മുഹറം മാസത്തിന് അല്ലാഹു ഒരുപാട് പ്രാധാന്യം നൽകിയല്ലോ. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമി അയക്കപ്പെട്ടത് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്ന ഒരു ദുഷ്ടനും ക്രൂരനുമായ വ്യക്തിയുടെ അടുക്കലേക്കാണെങ്കിൽ മനുഷ്യരെ ഒരു തരി കരുണയില്ലാത്ത വെറും മൃഗങ്ങളെ അറുത്ത് മുറിച്ച് മാറ്റിയിടുന്ന ലാഘവത്തോടുകൂടി മഹാനാകുന്ന മൂസ നബി അലൈഹിസ്സലാമിയെ അങ്ങനെയുള്ള സമൂഹത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കണം. അങ്ങനെ വന്നപ്പോ അപ്പോഴും അവരൊന്നും അവരുടെ ഈമാനാരുടെ മുമ്പിലും അടിയറ വെക്കാൻ തയ്യാറായില്ല. മഹാനാകുന്ന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും അവിടുത്തെ സത്യവിശ്വാസികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചത് ഈ വിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അത്രമാത്രം പ്രാധാന്യമാണ് മുഹറം മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് എന്നാണ്. ഞാനൊരു ദിക്ർ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ആ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ മുഹറം മാസത്തിൽ നിങ്ങൾ മരിക്കുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. അത് ഹദീസിലൊക്കെ കാണാനായിട്ട് സാധിക്കും. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്ന് പറയുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ മാസത്തിൽ നിങ്ങൾക്ക് മരണം ഉണ്ടാവുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. കാരണം അത് പഠിപ്പിച്ചത് റസൂലുള്ളയാണ്. ഇങ്ങനെ ഓരോ മഹത്വങ്ങൾ ഈ വിശുദ്ധമായ മുഹറം മാസത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യേ, നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോ, നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്, നിങ്ങൾക്ക് വേദനിക്കേണ്ടി വരില്ല എന്ന് പറയുന്ന റസൂലുള്ള അത്രമാത്രം നമ്മളെ സ്നേഹിച്ച പ്രവാചകനാ. പ്രിയമുള്ളവരെ, എന്തിനേറെ പറയുന്നു, മഹാനാകുന്ന അസ്രായീൽ അലൈഹിസ്സലാം അവിടുത്തെ റൂഹ് പിടിക്കാമെന്ന സമയത്ത് അസ്രായീലിനോട് പറഞ്ഞില്ലേ, അസ്രായീലേ ഒന്ന് പതുക്കെ പിടിക്ക, അസ്രായീലേ ഈ റൂഹ് പിടിക്കുമ്പോഴുള്ള വേദന എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല അസ്രായീലേ എന്ന് പറഞ്ഞപ്പോ റസൂലല്ലാഹ് എനിക്ക് ഇതിലും മയമായിട്ട് പിടിക്കാൻ എനിക്ക് അറിയില്ല റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അസ്രായീൽ, അപ്പോ എന്റെ ഉമ്മത്തിങ്ങൾക്ക് എത്രമാത്രം വേദന ഉണ്ടാകും അസ്രായീൽ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അവർക്ക് വല്ലാത്ത വേദനയായിരിക്കും എന്ന് പറഞ്ഞപ്പോ എന്നാൽ അവരെ വേദനിപ്പിക്കേണ്ട, അവരുടെ വേദന കൂടി എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞ ആ റസൂലുള്ളാഹ്. ആർക്കുണ്ട് പ്രിയമുള്ളവരെ ഇത്രമാത്രം സ്നേഹം നമ്മളോട്? മറ്റാർക്കുമില്ലല്ലോ. നമ്മുടെ ഉമ്മയ്ക്കുണ്ടോ? നമ്മുടെ ഉപ്പയ്ക്കുണ്ടോ? നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടോ? നമ്മുടെ ആർക്കെങ്കിലും ഉണ്ട്? നമ്മുടെ ആർക്കുമില്ല. അത്രമാത്രം കരുണ സ്നേഹം നമ്മളോട് കാണിച്ച റസൂലുള്ളാഹ്. എന്തിനേറെ പറയുന്നു, ഈ ലോകത്തോട് വിട പറയുന്ന അവസാന സമയത്ത് പോലും എല്ലാ പ്രവാചകന്മാരും നഫ്സി നഫ്സി എന്റെ ശരീരമേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹ് പറഞ്ഞത് ഉമ്മത്തി എന്ന, എന്റെ സമുദായമേ, എന്റെ സമൂഹമേ എന്ന. അത്രമാത്രം സ്നേഹിച്ച റസൂലുള്ളാഹ് പറഞ്ഞു വരികയാണ്, നിങ്ങൾ മുഹറം മാസത്തെ ശരിക്കും ദൃഢഗാത്രമായിക്കോട്ടോ, ശരിക്കും സൂക്ഷിച്ചോട്ടോ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടും നമുക്കൊരു സീരിയസ്നെസ് ഇല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ വേറെ ആരെ കൊണ്ടും സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ കർത്തവ്യമാണ്, നമ്മുടെ കടമയാണ്. അങ്ങനെ കൊണ്ടുവന്നില്ല എങ്കിൽ നമ്മൾ വലിയ ഒരു തോൽവിയിലേക്ക്, വലിയൊരു അപകടത്തിലേക്ക് നമുക്ക് ചെന്നെത്തേണ്ടതായി വരുമെന്നുള്ളത് വളരെ വേദനാജനകമായി ഞാൻ ഉണർത്തുകയാണ്. അപ്പോ മുഹറം മാസത്തിൽ അത്രമാത്രം പ്രാധാന്യമാണ് റസൂലുള്ള കൽപ്പിച്ചു തന്നത്, റസൂലുള്ള പറഞ്ഞു തന്നത്. അതുകൊണ്ട് നമ്മൾ ഇബാദത്തുകളുമായി മുന്നോട്ട് പോവുക. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് തന്നെ കൃത്യമായിട്ട് കൊണ്ടുപോവുക. വല്ലാത്ത പ്രതിഫലം ഈ മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്നുള്ളതാണ്. റസൂലുള്ള ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ഇബാദത്ത് എന്തെന്നറിയോ പ്രിയമുള്ളവരെ? ഒരുപാട് ദിക്ർ സലാത്ത് ചൊല്ലുക എന്നുള്ളതല്ല. അല്ലാഹുവിന്റെ റസൂലുള്ള സൂക്ഷിച്ചത് സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്ത് അങ്ങോട്ട് നമ്മൾ നിസ്കരിക്കുന്നതാണ്. ഈ ലോകത്തിലുള്ള സർവ്വ വസ്തുക്കളും
നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് റസൂൽ പഠിപ്പിച്ചപ്പോ ആ സുന്നത്ത് നമുക്ക് വളരെ എളുപ്പമാണല്ലോ. ഒരു 2 മിനിറ്റ് അതിനുവേണ്ടി വിനിയോഗിച്ചു കഴിഞ്ഞാൽ വലിയ മുതൽക്കൂട്ട് നമ്മുടെ ആഖിറത്തിലേക്ക് നമുക്ക് പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആനികമായ വാക്യം കൊണ്ട് ഈ വേദിയെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.